ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഹിയർ ഇറ്റ് ഇൻ മലയാളം. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഇൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാന്റാസ്റ്റിക് ഫോർ ലോകത്തെ രക്ഷിച്ചു. ഡോക്ടർ ഡൂം തോറ്റു. ലോകം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്ന് എല്ലാവരും കരുതി. എന്നാൽ ലോകാവസാനത്തിന്റെ മുന്നറിയിപ്പുമായി ഭൂമിയിലേക്ക് ഒരു ദൂതൻ എത്തുന്നു. അവന്റെ പേരാണ് സിൽവർ സഫർ. ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ട 4 സൂപ്പർ ഹീറോസ്, റേ റിച്ചാർഡ്സ്, സൂസൻ സ്ട്രോം, ജോണി സ്ട്രോം, പിന്നെ ബെൻ. ഇവരൊക്കെ ഇപ്പോൾ വലിയ സെലിബ്രിറ്റീസ് ആണ്. സിനിമയുടെ തുടക്കത്തിൽ ഭൂമിയിൽ പലയിടത്തും വിചിത്രമായ ചില പ്രതിഭാസങ്ങൾ നടക്കുകയാണ്. കടലുകൾ മരവിക്കുന്നു, വലിയ നഗരങ്ങളിൽ പെട്ടെന്ന് കറണ്ട് പോകുന്നു, ആകാശത്ത് വിചിത്രമായ പ്രകാശം വരുന്നു. ഇതിനൊക്കെ കാരണം സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു തിളക്കമാർന്ന ജീവിയാണ്. അതാണ് സിൽവർ സഫർ. അതേസമയം നമ്മുടെ റീഡും സൂസനും അവരുടെ കല്യാണ തിരക്കിലാണ്. ഒരു വശത്ത് റീഡും സൂസനും കല്യാണത്തിന്റെ ടെൻഷനിൽ ഓടി നടക്കുമ്പോൾ ബെന്നും ജോണിയും പതിവ് പോലെ ടോം ആൻഡ് ജെറി സ്റ്റൈലിൽ അടിയും ബഹളവുമായി നടക്കുകയാണ്. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഈ കല്യാണ തിരക്കിന്റെ ഇടയ്ക്കാണ് മിലിറ്ററി ജനറൽ ഹോഗർ വരുന്നത്. ലോകം മുഴുവനും നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ഹോഗറിന് റീഡിന്റെ ആവശ്യമുണ്ട്. ഇതിനായി ഒരു പ്രത്യേക ഡിറ്റക്ടർ ഉണ്ടാക്കണമെന്ന് ഹോഗർ റീഡിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ജനറൽ ഹോഗർ കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റീഡ് അതിനെ നിരസിക്കുകയാണ്. ഇതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. നമ്മുടെ റീഡും സൂസനും തമ്മിലുള്ള കല്യാണം ഇതിനു മുമ്പ് പല കാരണങ്ങളാൽ 5-ൽ കൂടുതൽ തവണയാണ് മുടങ്ങിപ്പോയത്. ഓരോ തവണയും എന്തെങ്കിലും ഒരു സൂപ്പർ ഹീറോ ദൗത്യം വരും, റീഡ് ലോകം രക്ഷിക്കാനായി ഓടും. അങ്ങനെ കല്യാണം മാറ്റിവെക്കേണ്ടി വരും. ഇത് കാരണം സൂസൻ വലിയ വിഷമത്തിലും ദേഷ്യത്തിലുമാണ്. പക്ഷേ ജനറൽ അത്ര എളുപ്പം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. റീഡ് സഹായിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഒടുവിൽ സൂസൻ അറിയാതെ വളരെ രഹസ്യമായി ഈ ഉപകരണം നിർമ്മിക്കാൻ റീഡ് തീരുമാനിക്കുന്നു. ന്യൂയോർക്കിലെ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ വെച്ചാണ് റീഡിന്റെയും സൂസന്റെയും കല്യാണം നടക്കുന്നത്. പെട്ടെന്ന് ആകാശത്തിൽ ഒരു വിചിത്രമായ വെളിച്ചം വരുന്നു. കാറ്റ് വളരെ ശക്തമായി വീശുന്നു. റീഡ് രഹസ്യമായി വച്ചിരുന്ന ഡിറ്റക്ടർ അലാറം അടിക്കാൻ തുടങ്ങുകയാണ്. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയിൽ ഓടുകയാണ്. ആകാശത്തു നിന്നും മിന്നൽ വേഗത്തിൽ ഒരാൾ അങ്ങോട്ടേക്ക് കുതിച്ചു വരുന്നു. അവൻ ആ കെട്ടിടത്തിന് തൊട്ട് മുകളിലൂടെ ആകാശത്ത് വലിയൊരു ചുഴലിക്കാറ്റുണ്ടാക്കി പറന്നു പോവുകയാണ്. കല്യാണ പന്തൽ ആകെ തകിടം മറിയുന്നു. സിൽവർ സഫറിനെ പിടിക്കാൻ ജോണി തന്റെ മാക്സിമം സ്പീഡിൽ പറക്കുന്നുണ്ടെങ്കിലും അയാൾ ജോണിയെ അന്തരീക്ഷത്തിന് മുകളിലൂടെ കൊണ്ടുപോയി താഴേക്കിടുകയാണ്. ഭാഗ്യം കൊണ്ട് ജോണി രക്ഷപ്പെടുന്നുവെങ്കിലും സിൽവർ സഫറിനുമായിട്ടുള്ള ആ സമ്പർക്കം കാരണം ജോണിയുടെ ശരീരത്തിന് ഒരു മാറ്റം വരുന്നുണ്ട്. അവൻ മറ്റുള്ളവരെ തൊടുമ്പോൾ അവരുടെ സൂപ്പർ പവറുകൾ തമ്മിൽ പരസ്പരം മാറാൻ തുടങ്ങുന്നു. അതായത് റീഡ് തൊട്ടാൽ ജോണിക്ക് ഇലാസ്റ്റിക് പവർ കിട്ടും. ജോണി ബെന്നിനെ തൊടുകയാണെങ്കിൽ തീയുടെ പവർ ബെന്നിക്കും കിട്ടും. അതേസമയം ഭൂമിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ സിൽവർ സഫർ ലാറ്റ്വീരിയയിലൂടെ കടന്നു പോവുകയാണ്. ആദ്യ ഭാഗത്തിൽ ഫാന്റാസ്റ്റിക് ഫോറിനോട് പരാജയപ്പെട്ട ഡോക്ടർ ഡൂം ഇപ്പോൾ ഒരു പ്രതിമയായി വർഷങ്ങളായി അവിടെയുണ്ട്. അവന്റെ ശരീരം മുഴുവനും ലോഹമായി ഒരു ജീവനുള്ള പ്രതിമയെ പോലെയായിരുന്നു അവൻ. സിൽവർ സഫറിന്റെ ബോർഡിൽ നിന്നും പുറപ്പെടുന്ന അതിശക്തമായ കോസ്മിക് എനർജി താഴെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഡൂമിന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുകയാണ്. ആ എനർജി ഡൂമിന് പുതുജീവൻ നൽകുകയാണ്. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയ ആ വിചിത്ര ജീവിയുടെ പുറകെ പോകാൻ ഡൂം ഒട്ടും സമയം കളയുന്നില്ല. അതേസമയം സിൽവർ സഫർ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു കുഴി പരിശോധിക്കാൻ പോയ റീഡും സംഘവും തിരിച്ചറിയുന്നു. സിൽവർ സഫർ പോകുന്ന എല്ലാ ഗ്രഹങ്ങളും 8 ദിവസത്തിനുള്ളിൽ നശിക്കാറുണ്ട്. അതായത് ഭൂമിയുടെ നാശം അടുത്തു കഴിഞ്ഞു. സിൽവർ സഫർ ലണ്ടനിലെത്തി അവിടെയുള്ള ടൈംസ് നദിയിലുള്ള വെള്ളമെല്ലാം വറ്റിച്ച് ഒരു വൻപൻ കുഴി ഉണ്ടാക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് ജനറൽ ഹോഗറിന്റെ ദേശപ്രകാരം ഫാന്റാസ്റ്റിക് ഫോർ ലണ്ടനിലേക്ക് തിരിക്കുകയാണ്. സിൽവർ സഫർ തന്റെ ബോർഡുമായി വായുവിൽ വട്ടമിട്ട് പറന്ന് ലണ്ടൻ നഗരത്തിന്റെ പ്രശസ്തമായ ലണ്ടൻ ഐ എന്ന ജയന്റ് വീലിന്റെ പില്ലറുകൾ തകർക്കുന്നു. ആ വലിയ ചക്രം തകർന്ന് നദിയിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അതിലുള്ള 100 കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുകയാണ്. ഇതോടെ സിൽവർ സഫറിനെ പിടിക്കുക എന്ന ലക്ഷ്യം മാറ്റി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഫാന്റാസ്റ്റിക് ഫോറിന് ഇറങ്ങേണ്ടി വരുന്നു. റീഡും ബെന്നും സൂസനും ആ ജയന്റ് വീലിനെ നദിയിലേക്ക് വീഴാതെ താങ്ങി നിർത്തുമ്പോൾ ജോണി വീണ്ടും ആ സിൽവർ സഫറിന്റെ പുറകെ പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ജോണിയുടെ ശരീരം റീഡിന്റെ ശരീരത്തിൽ തൊട്ടതോടെ ജോണിക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല അവിടെ ഒരു അപകടഭീതി വീണ്ടും ഉണ്ടാകുന്നു. റീഡിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു വൻ അപകടം ഒഴിവാകുന്നു. ജനങ്ങളെ അവർ രക്ഷിച്ചുവെങ്കിലും സിൽവർ സഫർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഈ ഒരു ദൗത്യം പൂർണ്ണമായ പരാജയമായിരുന്നു. ഇതേസമയം ഡൂം സിൽവർ സഫറിനെ പിന്തുടർന്ന് അവനെ കണ്ടെത്തുകയും ചെയ്യുന്നു. അവനുമായി ഒരു സഖ്യമുണ്ടാക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. എന്നാൽ സിൽവർ സഫർ ആകട്ടെ ഡൂമിനെ തിരിഞ്ഞുപോലും നോക്കാതെ അവഗണിക്കുന്നു. ഡൂമിന് ദേഷ്യം വന്ന് തന്റെ പവർ ഉപയോഗിച്ച് സിൽവർ സഫറിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ സിൽവർ സഫർ തിരിച്ചും ഡൂമിനെ ആക്രമിക്കുകയാണ്. സിൽവർ സഫറിന്റെ ആ ആക്രമണത്തിൽ ഡൂം കൊല്ലപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സിൽവർ സഫറിന്റെ ആക്രമണത്തിൽ ആ കോസ്മിക് പവർ ഡൂമിന്റെ ഉള്ളിലെ പരുക്കുകളെല്ലാം പൂർണ്ണമായി ഭേദമാക്കി. അവന്റെ ശരീരം പഴയതിനേക്കാൾ 100 മടങ്ങ് ശക്തിയായി. സിൽവർ സഫറിന് പവർ നൽകുന്നത് ആ ബോർഡാണെന്ന് മനസ്സിലാക്കിയ വിക്ടർ ആ ബോർഡിനെ സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അവനൊരു പ്ലാൻ തയ്യാറാക്കി ജനറൽ ഹോഗറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. സിൽവർ സഫറിനെ പിടിക്കാൻ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ശാസ്ത്രബുദ്ധി മാത്രം പോരാ, ഡൂമിന്റെ പക്കലുള്ള വിവരങ്ങൾ കൂടി വേണമെന്ന് ജനറൽ ഹോഗർ ഉറപ്പിക്കുന്നു. അങ്ങനെ റീഡിന്റെയും സംഘത്തിന്റെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ജനറൽ ഹോഗർ വിക്ടർ വോം ഡൂമിനെ ഈ മിഷനിലേക്ക് അവരുടെ പുതിയ പാർട്ണറായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ സ്വന്തം ശത്രുവിന്റെ കൂടെ ഇരുന്ന് പണിയെടുക്കേണ്ടി വരുന്ന ആ അവസ്ഥ റീഡിനും കൂട്ടർക്കും വലിയ തിരിച്ചടിയായി. സിൽവർ സഫറിനെ അവന്റെ ബോർഡിൽ നിന്നും വേർപെടുത്തിയാൽ മാത്രമേ അവനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ
ജനറലിന്റെ ഓർഡർ അനുസരിച്ച് ഡൂമും റീഡും ചേർന്ന് സിൽവർ സഫറിനെ പിടിക്കാനുള്ള ട്രാക്യോൺ പൾസ് ജനറേറ്റർ ലാബിൽ വെച്ച് നിർമ്മിക്കുകയാണ്. ഈ മിഷൻ ഉപയോഗിച്ച് സിൽവർ സഫറിനെ അവന്റെ ബോർഡിൽ നിന്നും വേർപെടുത്താം എന്നായിരുന്നു റീഡിന്റെ പ്ലാൻ. എന്നാൽ റീഡ് വിചാരിച്ചതിലും വലിയൊരു പ്ലാൻ തന്റെ തലയിൽ വെച്ചാണ് ഡൂം അവിടെ ഇരിക്കുന്നത്. റീഡിന്റെ ലാബിൽ വെച്ച് രഹസ്യമായി ഡോക്ടർ ഡൂം ആരും കാണാതെ മറ്റൊരു കൺട്രോൾ ഡിവൈസ് കൂടി ഉണ്ടാക്കുകയാണ്. സിൽവർ സഫറിനെ ബോർഡിൽ നിന്നും മാറ്റിയതിനു ശേഷം ആ ബോർഡിന്റെ കോസ്മിക് പവർ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കാനും ആ ബോർഡിനെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയായിരുന്നു ആ ഉപകരണം ഉണ്ടാക്കിയത്. അങ്ങനെ സിൽവർ സഫറിനെ പിടികൂടാനായി ജനറൽ ഹോഗറും ഫാന്റാസ്റ്റിക് ഫോറും ഡൂമും ചേർന്ന് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഒരു വൻപൻ കെണി ഒരുക്കുകയാണ്. റീഡും ഡൂമും ചേർന്നുണ്ടാക്കിയ ട്രാക്യോൺ പൾസ് ജനറേറ്റർ കാടിന്റെ പല ഭാഗത്തായി അവർ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ അവരൊരുക്കിയ കെണിയിലേക്ക് സിൽവർ സഫർ വരികയാണ്. അവൻ ആദ്യം എത്തുന്നത് സൂസന്റെ അടുത്തേക്കാണ്. സൂസന്റെ എനർജി ഷീൽഡ് ഭേദിച്ചാണ് അവൻ സൂസന്റെ അടുത്തേക്ക് എത്തുന്നത്. മുന്നിലെത്തിയ സിൽവർ സഫറിനോട് അവന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് സൂസൻ. അതുവരെ റോബോട്ടിനെ പോലെ തികച്ചും നിശബ്ദനായി നിന്ന സിൽവർ സഫർ സൂസന്റെ ആ ചോദ്യം കേട്ട് ആദ്യമായി തന്റെ മുഖം തിരിച്ച് അവളെ നോക്കുന്നു. എനിക്ക് ആരെയും കൊല്ലണമെന്നില്ല, പക്ഷേ എനിക്ക് വേറെ വഴികളില്ലാത്തത് കൊണ്ട് മാത്രമാണ് താൻ എത്തിയതെന്ന് സൂസനോട് സിൽവർ സഫർ പറയുന്നുണ്ട്. സിൽവർ സഫർ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു തീരുന്ന ആ കറക്റ്റ് സെക്കൻഡിലാണ് മിലിറ്ററി സൈന്യം ഒട്ടും ദയവില്ലാതെ അവൻ നേരെ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. തന്നോട് സംസാരിച്ചു നിന്ന സൂസന്റെ ജീവൻ അപകടത്തിലാണ് കണ്ട് സിൽവർ സഫർ ഒട്ടും മടിക്കാതെ തന്റെ ബോർഡുമായി വന്ന് ആ മിസൈലിന്റെ മുന്നിൽ ഒരു ഷീൽഡ് പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വൻപൻ അപകടത്തിൽ നിന്നും സൂസനെ അവൻ രക്ഷിക്കുന്നു. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ അവൻ മിലിറ്ററിക്ക് നേരെ തിരിയുന്നു. പിന്നാലെ റീഡ് ആ മെഷീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ഉപകരണത്തിൽ നിന്നുള്ള പൾസ് തരംഗങ്ങൾ അടിച്ചതോടെ സിൽവർ സഫറിന് തന്റെ ബോർഡുമായുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അവൻ ബോർഡിൽ നിന്നും വേർപെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പവർ നഷ്ടപ്പെട്ട സിൽവർ സഫറിനെ മിലിറ്ററി തടവിലാക്കുകയാണ്. മിലിറ്ററി ബേസിൽ വെച്ച് സിൽവർ സഫറിനെ ജനറൽ ഹോഗറിന്റെ നേതൃത്വത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയാണ്. ഇത് കണ്ട് നിൽക്കാൻ കഴിയാതെ സൂസൻ തന്റെ അദൃശ്യമാകാനുള്ള പവർ ഉപയോഗിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ആ ചേംബറിലേക്ക് രഹസ്യമായി കടന്നു ചെല്ലുന്നു. അവിടെ വെച്ചാണ് സിൽവർ സഫർ ആ ഞെട്ടിക്കുന്ന സത്യം സൂസനോട് പറയുന്നത്. അവന്റെ സ്വന്തം ഗ്രഹത്തെ രക്ഷിക്കാനും അവൻ ജീവനതുല്യം സ്നേഹിക്കുന്ന അവന്റെ കാമുകയെ രക്ഷിക്കാനും വേണ്ടി പ്രപഞ്ചം വിഴുങ്ങുന്ന ഗലാക്ടസ് എന്ന ഭീകരജീവിയുടെ ദൂതനായി അവൻ മാറാൻ നിർബന്ധിതനായി. സിൽവർ സഫർ തന്റെ ജീവിതത്തിലെ ആ കറുത്ത ശാപത്തെക്കുറിച്ച് സൂസനോട് വിവരിക്കുകയാണ്. ഗലാക്ടസിന് വിശക്കുമ്പോൾ അവന് വിഴുങ്ങാൻ പാകത്തിലുള്ള ജീവനും ഗ്രഹങ്ങളും പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുക എന്നതായിരുന്നു സിൽവർ സഫറിന്റെ ഡ്യൂട്ടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ ഭൂപടത്തിൽ നിന്നും ഗലാക്ടസ് എന്ന ഭീകരൻ തുടച്ചു മാറ്റാൻ പോവുകയാണ്. കൂടാതെ സിൽവർ സഫർ തന്റെ വിചിത്രമായ ആ സിൽവർ ബോർഡിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം കൂടി സൂസന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അത് വെറുമൊരു പറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡ് മാത്രമല്ല, മറിച്ച് ഗലാക്ടസ് അവന് നൽകിയിരുന്ന അതിശക്തമായ കോസ്മിക് എനർജിയുടെ ഒരു കേന്ദ്രമാണ്. തിരിച്ചെത്തുന്ന സൂസൻ ഒട്ടും സമയം കളയാതെ റീഡിനെയും ബെന്നിനെയും ജോണിയും കണ്ട് താൻ അറിഞ്ഞ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതേസമയം മിലിറ്ററി ബേസിലെ ആ അതീവ സുരക്ഷയുള്ള ലബോറട്ടറിയിൽ സിൽവർ സഫറിൽ നിന്നും വേർപെടുത്തിയ ആ ബോർഡ് ഒരു പ്രത്യേക ചേംബറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് പരിശോധിക്കാൻ എന്ന വ്യാജേന ഡോക്ടർ ഡൂം അങ്ങോട്ടേക്ക് നടന്നു വരുന്നു. ഡൂമിനെ വിശ്വസിച്ച ജനറൽ ഹോഗറിന്റെ മുമ്പിൽ വെച്ച് ഡൂം തന്റെ യഥാർത്ഥ ചതി പുറത്തെടുക്കുകയാണ്. താൻ രഹസ്യമായി നിർമ്മിച്ച ആ കൺട്രോൾ ഡിവൈസ് അവൻ അവന്റെ കയ്യിലേക്ക് ഘടിപ്പിക്കുന്നു. ആ നിമിഷം ആ ബോർഡിലെ അളവറ്റ കോസ്മിക് എനർജി മുഴുവനും മിന്നൽ വേഗത്തിൽ ഡൂമിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്. അത് കണ്ട് പരിഭ്രാന്തനായ ജനറൽ ഹോഗർ ഡൂമിനെ വെടിവെക്കാൻ തുടങ്ങുന്നു. കോസ്മിക് പവർ കിട്ടിയ ഡോക്ടർ ഡൂം അവന്റെ പുതിയ ശക്തി ഉപയോഗിച്ച് അവിടെയുണ്ടായിരുന്ന സൈനികരെയും ഒപ്പം ജനറലിനെയും കൊല്ലുകയാണ്. ബോർഡ് പൂർണ്ണമായും ഡൂമിന്റെ നിയന്ത്രണത്തിലാവുകയും അവിടുന്ന് ആ ബോർഡുമായി അവൻ കടന്നു കളയുന്നു. ആ തക്കത്തിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ സിൽവർ സഫറിനെ അടച്ചിരിക്കുന്ന ആ രഹസ്യ ലാബിലേക്ക് ഇരച്ചു കയറുകയാണ്. മിലിറ്ററി ഉദ്യോഗസ്ഥർ അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും സൂസൻ അവരെയെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ അവർ ദുർബലനായി നിൽക്കുന്ന സിൽവർ സഫറിനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ്. ഇനി അവർക്ക് ഡൂമിനെ പിടിക്കണം. പക്ഷേ അതിവേഗത്തിൽ പറക്കുന്ന ആ ബോർഡിനോടൊപ്പം എത്താൻ സാധാരണ വാഹനങ്ങൾക്ക് കഴിയില്ല. ഇവിടെയാണ് റീഡ് റിച്ചാർഡ്സ് തന്റെ മാസ്റ്റർ പ്ലാൻ പുറത്തെടുക്കുന്നത്. തന്റെ ലാബിൽ വെച്ച് റീഡ് അതീവ രഹസ്യമായി നിർമ്മിച്ച ഒരു വമ്പൻ സൂപ്പർ കാർ അവൻ അവിടെ എത്തിക്കുകയാണ്. അതാണ് ഫാന്റാസ്റ്റിക് കാർ, ഒരു ന്യൂജൻ ടെക്നോളജി ഉള്ള ഹൈ സ്പീഡിംഗ് ഫ്ലൈയിങ് കാർ. അവർ സിൽവർ സഫറിനെയും കൂട്ടി ആകാശത്തിലേക്ക് കുതിച്ചു പായുകയാണ്. ചൈനയിലെ ഷാങ്കായ് നഗരം ലക്ഷ്യമാക്കി പറക്കുന്ന ഡോക്ടർ ഡൂമിനെ അവരുടെ ഡിറ്റക്ടർ കണ്ടെത്തുന്നു. അങ്ങനെ ഷാങ്കായ് നഗരത്തിന്റെ മുകളിൽ വെച്ച് ഫാന്റാസ്റ്റിക് ഫോറും ഡോക്ടർ ഡൂമും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടം ആരംഭിക്കുകയാണ്. അവനെ തടയാൻ നോക്കുന്ന റീഡിനെയും ബെന്നിനെയും സൂസനെയും ജോണിയെയും തന്റെ പുതിയ കോസ്മിക് പവർ ഉപയോഗിച്ച് അവൻ അനായാസം നേരിടുകയാണ്. ബോർഡിലെ അവിശ്വസനീയമായ കോസ്മിക് പവർ സ്വന്തമാക്കിയ ഡോക്ടർ ഡൂം തനിക്ക് ഇനി ഈ പ്രപഞ്ചത്തിൽ ഭീഷണിയായി നിൽക്കാൻ സാധ്യതയുള്ള ഒരേയൊരു വ്യക്തി സിൽവർ സഫർ ആണെന്ന് തിരിച്ചറിയുന്നു. ഡൂം തന്റെ കയ്യിലുണ്ടായിരുന്ന ബോർഡിൽ നിന്നും ഒരു കോസ്മിക് സ്പിയർ സിൽവർ സഫറിന് നേരെ ശക്തിയോടെ എറിയുകയാണ്. സിൽവർ സഫറിന് അപകടം സംഭവിക്കുന്നു എന്ന് കണ്ട സൂസൻ ഒട്ടും സമയം കളയാതെ സിൽവർ സഫറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. അവൾ ഷീൽഡ് ക്രിയേറ്റ് ചെയ്തുവെങ്കിലും ആ സ്പിയർ സൂസന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുകയാണ്. ഇത് കാണുന്ന റീഡും ടീമും വളരെ സങ്കടത്തിലാകുന്നു. ഡൂമിനെ തോൽപ്പിക്കണമെങ്കിൽ 4 പേരുടെയും ശക്തി ഒരാളിലേക്ക് വരണമെന്ന് റീഡ് തിരിച്ചറിയുന്നു. ഒട്ടും സമയം കളയാതെ ബെന്നും റീഡും സൂസനും ജോണിയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. 4 സൂപ്പർ ഹീറോസിന്റെയും ശക്തി ഒന്നിച്ചു ചേർന്ന് അവൻ സൂപ്പർ ജോണിയായി മാറുന്നു. അളവറ്റ ശക്തി കിട്ടിയ ജോണി ഡൂമിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇലാസ്റ്റിക് പവർ കൊണ്ട് ജോണി ഡൂമിനെ വലിഞ്ഞു മുറുക്കുകയും തന്റെ ഹീറ്റിംഗ് പവർ
കത്തിക്കൊണ്ട് ജോണി ഡൂമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കൺട്രോൾ ഡിവൈസ് നശിപ്പിക്കുന്നു. ഇതേസമയം ബെൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ ക്രെയിൻ കൊണ്ട് ഡൂമിനെ അടിച്ചു തെറിപ്പിക്കുന്നു. ഇതോടെ ആ ബോർഡ് തന്റെ യഥാർത്ഥ ഉടമസ്ഥനായ സിൽവർ സഫറിന്റെ അടുത്തേക്ക് എത്തുന്നു. ബോർഡിൽ തൊട്ട നിമിഷം തന്നെ സിൽവർ സഫറിന് അവന്റെ എനർജി തിരിച്ചു കിട്ടുകയാണ്. പവർ കിട്ടിയ ഉടനെ തന്നെ അവൻ തനിക്ക് വേണ്ടി ജീവൻ ബലി നൽകിയ സൂസന്റെ അടുത്തേക്ക് പോയി സൂസന്റെ ശരീരത്തിലേക്ക് കോസ്മിക് എനർജി പാസ് ചെയ്യുന്നു. ആ കോസ്മിക് എനർജിയിൽ സൂസന്റെ മുറിവുകളെല്ലാം ഉണങ്ങുകയും അവൾ അത്ഭുതകരമായി ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ സന്തോഷിക്കാൻ അവർക്ക് സമയമായിട്ടില്ല. കാരണം അപ്പോഴേക്കും ആകാശമൊക്കെ കറുത്ത് പുകപടലങ്ങൾ കൊണ്ട് മൂടി ഭൂമിയെ മുഴുവനും വിഴുങ്ങാനായി ഗലാക്ടസ് ആകാശത്തെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഭൂമിയെയും തന്റെ ഭൂതകാലത്തെയും രക്ഷിക്കാൻ സിൽവർ സഫർ ആകാശത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നു. അവിടെ ജോണി സിൽവർ സഫറിന്റെ തുണയായി എത്തുന്നു. സിൽവർ സഫറിനെ ഗലാക്ടസിന്റെ തൊട്ടടുത്ത് എത്തിച്ച ശേഷം ജോണി താഴേക്ക് പതിക്കുകയാണ്. ഇനി താൻ ഗലാക്ടസിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞ് സിൽവർ സഫർ തന്റെ ബോഡിയിലുള്ള മുഴുവൻ കോസ്മിക് എനർജിയും ആവാഹിക്കുന്നു. ഒരു വലിയ സ്ഫോടനത്തോടെ സിൽവർ സഫർ സ്വയം പൊട്ടിത്തെറിക്കുകയും ഗലാക്ടസിന്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാതാക്കുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ ഭൂമിയെ എന്നേക്കുമായി കാത്തുരക്ഷിക്കുന്നു. സിൽവർ സഫറിനെ സഹായിക്കാൻ ജോണി ആ ബോർഡിൽ തൊട്ടതുകൊണ്ട് തന്നെ ജോണിയുടെ പവർ സ്വിച്ചിങ് പ്രോബ്ലം എന്നേക്കുമായി മാറുകയാണ്. റീഡും സൂസനും അവരുടെ വിവാഹം വളരെ ലളിതമായ രീതിയിൽ ചൈനയിൽ വെച്ച് തന്നെ നടത്തുന്നു. എന്നാൽ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ സിനിമയിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ഉണ്ട്. സ്ഫോടനത്തിൽ മരിച്ചു എന്ന് നമ്മൾ കരുതിയ സിൽവർ സഫറിന്റെ അടുത്തേക്ക് അവന്റെ ബോർഡ് പാഞ്ഞെത്തുകയാണ്. ബോർഡിൽ സ്പർശിക്കുന്നതും അവന്റെ കണ്ണുകൾ തുറക്കുകയാണ്. ഇങ്ങനെയാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. എന്നാൽ ഇവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന രീതിയിൽ വീണ്ടും ഇവരെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഈ സിനിമയിലൂടെയാണ് ഡോക്ടർ ഡൂം വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്ക് തന്റെ വഴി തുറക്കുന്നത്. പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയുടെ വിശേഷങ്ങളും ഡോക്ടർ ഡൂമിന്റെ കണക്ഷനും അറിയാൻ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കും. അതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.